മുട്ട കഴിച്ചാൽ കൊളസ്ട്രോൾ കൂടുമോ? നാടൻ മുട്ടയാണോ നല്ലത് അതോ സാധാരണ കിട്ടുന്ന മുട്ടയോ? ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് മുട്ടേനെ കുറിച്ച് പറയാം. മുട്ടേൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, ഇതിലടങ്ങിയിരിക്കുന്ന ന്യൂട്രിയൻസ് എന്തൊക്കെയാണ്, നിങ്ങൾക്ക് ഒരു ദിവസം എത്ര മുട്ട വരെ കഴിക്കാം, ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. സോ വെൽക്കം ബാക്ക് ടു ഡോഫോഡി. നമുക്ക് തുടങ്ങാം. ആദ്യമായി മുട്ട എന്താണെന്ന് പറയാം. മുട്ട സത്യം പറഞ്ഞ ഒരു എംബ്രിയോ ആണ്. ഈ എംബ്രിയോയിൽ നിന്നാണ് പുതിയ കോഴി കുഞ്ഞുങ്ങൾ വിരിഞ്ഞു വരുന്നത്. എല്ലാ മുട്ടയിലും രണ്ട് പാർട്ടാണുള്ളത്. ഒന്ന് യെല്ലോ പാർട്ട്, അതിനെ യോക്ക് എന്ന് പറയും. വൈറ്റ് പാർട്ടും ഉണ്ട്. ആക്ച്വൽ എഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ യോക്കാണ്, അതായത് മഞ്ഞ ഭാഗം യെല്ലോ. വൈറ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ യോക്കിന് വേണ്ടിയിട്ടുള്ള ഫുഡാണ്. മുട്ടേൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് പറഞ്ഞാൽ അത് ഈസിലി അവൈലബിൾ ആണ്, അഫോർഡബിൾ ആണ്, പോരാത്തതിന് ഒരു കംപ്ലീറ്റ് ഫുഡ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എല്ലാ വിധത്തിലുള്ള മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻസ്, കാർബോഹൈഡ്രേറ്റ്സ്, ഫാറ്റ്സും, പോരാത്തതിന് മൈക്രോ ന്യൂട്രിയൻസ് അതായത് വൈറ്റമിൻസും മിനറൽസും ട്രേസ് മിനറൽസ് പോലും ഇതിൽ ആവശ്യത്തിനനുസരിച്ച് അടങ്ങിയിട്ടുണ്ട്. ഇനി പ്രോട്ടീൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് കിട്ടാവുന്ന ഫുഡിൽ വെച്ചിട്ട് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്രോട്ടീനും മുട്ടയിലാണ് അടങ്ങിയിട്ടുള്ളത്. ഇനി നമുക്ക് മുട്ടേൻ്റെ കമ്പോണൻസിലേക്ക് വരാം, അല്ലെങ്കിൽ ഇതിൽ അടങ്ങിയിരിക്കുന്ന ന്യൂട്രിയൻസ് എന്തൊക്കെയാണ്, ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് പറയാം. അതിലാദ്യം പറയാനുള്ളത് പ്രോട്ടീൻസ് ആണ്. അധികം ആൾക്കാരും ധരിച്ചു വെച്ചിരിക്കുന്നത് മുട്ടേൻ്റെ വെള്ള ഭാഗം സേഫായിട്ടും കഴിക്കാം, കാരണം അതിൽ പ്രോട്ടീൻ മാത്രമേ ഉള്ളൂ. യെല്ലോ പാർട്ടാണ് കൊളസ്ട്രോൾ, അതുകൊണ്ട് അത് ഒഴിവാക്കണം. പക്ഷെ അങ്ങനെയല്ല. നിങ്ങൾ പ്രോട്ടീന് വേണ്ടിയിട്ടാണ് മുട്ട കഴിക്കുന്നതെങ്കിൽ യെല്ലോ പാർട്ടിലാണ് കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നത്. അതായത് 100 ഗ്രാം യെല്ലോ പാർട്ട് മഞ്ഞ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ 15.9 ഗ്രാംസ് പ്രോട്ടീൻ ഉണ്ട്. നേരെ മറിച്ച് മുട്ടേൻ്റെ വെള്ള ഭാഗത്തിലാണെന്നുണ്ടെങ്കിൽ ഓരോ 100 ഗ്രാമിനും വെറും 10.9 ഗ്രാംസേ വരുന്നുള്ളൂ. ഇനി മുട്ട ഫുള്ളായിട്ട് നോക്കുകയാണെങ്കിൽ, അതായത് മഞ്ഞയും വെള്ളയും കൂടി നോക്കുകയാണെങ്കിൽ 100 ഗ്രാം എടുക്കുകയാണെങ്കിൽ അതിൽ 12.5 ഗ്രാംസ് പ്രോട്ടീനാണുള്ളത്. പക്ഷേ ശരാശരി ഓരോ എഗ്ഗും എന്ന് പറഞ്ഞാൽ 50 to 60 ഗ്രാംസേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഒരു എഗ്ഗിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രോട്ടീൻ്റെ അളവ് 6 മുതൽ 7 ഗ്രാംസ് വരെയാണ് ഫുള്ളായിട്ട് ഉള്ളത്. മുട്ടയിൽ നടത്തിയിട്ടുള്ള പലതരത്തിലുള്ള സ്റ്റഡീസിൽ കണ്ടെത്തിയത് നമുക്ക് ഇനിയും അറിയാത്ത പലതരത്തിലുള്ള പ്രോട്ടീൻസും മുട്ടയിൽ അടങ്ങിയിട്ടുണ്ടെന്നാണ്. ഏകദേശം 1000-ലും കൂടുതൽ പ്രോട്ടീൻസ്, വിവിധ തരത്തിലുള്ള പ്രോട്ടീൻസ് മുട്ടയിൽ അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. പലതരത്തിലുള്ള ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസും മുട്ടയിൽ നിന്നുള്ള പുതിയ തരത്തിലുള്ള പ്രോട്ടീൻസും ഹൈഡ്രോളൈസ്ഡ് പെപ്റ്റൈഡ്സും എക്സ്ട്രാക്ട് ചെയ്യാനുള്ള റിസർച്ച് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഭക്ഷണത്തിലൂടെ കഴിക്കുന്ന മറ്റ് പ്രോട്ടീൻ സോഴ്സസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അധികവും നോൺ വെജിറ്റേറിയൻ ഫുഡായിരിക്കും, കൂടുതലും മീറ്റ് ആയിരിക്കും. മീറ്റ് എന്ന് പറഞ്ഞാൽ ആ പറയുന്ന ആനിമൽ അല്ലെങ്കിൽ ബേർഡിൻ്റെ മസിൽ ടിഷ്യൂ ആണ്. അത്തരത്തിലുള്ള പ്രോട്ടീൻസ് കഴിച്ചു കഴിഞ്ഞാൽ അത് നമ്മളുടെ ബോഡിയിലെത്തി നമ്മളുടെ മസിൽ അല്ലെങ്കിൽ നമ്മളുടെ ടിഷ്യൂവിലേക്ക് എത്തുന്ന അളവ് വളരെ കുറവാണ്. പക്ഷേ മുട്ടേൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ മറ്റ് സോഴ്സസ് ഓഫ് പ്രോട്ടീൻ പോലെയൊന്നുമല്ല. മുട്ട ഒരു എംബ്രിയോ ആണ്, അതൊരു കംപ്ലീറ്റ് പാക്കേജ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിൽ വരുന്ന പ്രോട്ടീൻസ് എഫിഷ്യൻസി കൂടുതലായിരിക്കും. എഫിഷ്യൻസി കൂടുതലാന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന മുട്ടയിൽ നിന്നും ഏകദേശം 49% നമ്മളുടെ ബോഡിയിൽ എത്തിക്കഴിഞ്ഞാൽ ടിഷ്യൂ ആയി മാറാൻ സാധിക്കുന്നതാണ്. ഇത് മറ്റ് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡിനെ വെച്ച് നോക്കുമ്പോൾ വളരെ കൂടുതലാണ്. ഈ മുട്ടേൻ്റെ അടുത്ത് നിൽക്കുന്ന മറ്റൊരു പ്രോട്ടീൻ സോഴ്സ് എന്ന് പറയുന്നത് ബ്രസ്റ്റ് മിൽക്കാണ്, അതായത് അമ്മയുടെ മുലപ്പാൽ മാത്രം. അതുകൊണ്ട് തന്നെയാണ് ജിമ്മിൽ പോകുന്ന ആൾക്കാരൊക്കെ കൂടുതൽ മുട്ട കഴിക്കാൻ പറയുന്നത്. കാരണം മുട്ട കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ അതിന് മസിലായി മാറാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഇനി മറ്റ് സോഴ്സസ് ഓഫ് പ്രോട്ടീൻ, അതായത് മീറ്റ് ആണെങ്കിൽ, ഫിഷ് ആണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ മസിലായി മാറാനുള്ള എഫിഷ്യൻസി കുറവാണ്. കാരണം ഇത്തരത്തിലുള്ള പ്രോട്ടീൻസൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അത് നൈട്രജൻ ആയിട്ടും വേസ്റ്റ് ആയിട്ടും അല്ലെങ്കിൽ ഗ്ലൂക്കോസായി മാറുകയാണ് ചെയ്യുന്നത് നമ്മളുടെ ബോഡിയിൽ എത്തിക്കഴിഞ്ഞാൽ. ഒരു മുട്ടേൻ്റെ കമ്പോസിഷൻ നോക്കുകയാണെങ്കിൽ അതിൽ 76% വെള്ളമാണ്, അതായത് വാട്ടർ. 12.5% പ്രോട്ടീൻസും കാർബോഹൈഡ്രേറ്റ്സ് ഒക്കെ 1-2% മാത്രമേ വരുന്നുള്ളൂ. മുട്ടയിൽ പ്രോട്ടീൻസും മാക്രോ ന്യൂട്രിയൻസും മാത്രമല്ല വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട്. മെയിനായിട്ടും ഫാറ്റ് സോളിബിൾ വൈറ്റമിൻസ്. ഫാറ്റ് സോളിബിൾ വൈറ്റമിൻസ് വൈറ്റമിൻ എ, ഡി, ഇ, കെ ആണ്. കെൻ്റെ 2 ടൈപ്പ്, K1 K2 മുട്ടയിൽ അടങ്ങിയിട്ടുണ്ട്. മെയിനായിട്ടും ഈ പറയുന്ന ഫാറ്റ് സോളിബിൾ വൈറ്റമിൻസൊക്കെ മുട്ടേൻ്റെ മഞ്ഞ ഭാഗത്താണ് ഉണ്ടാവുക. ഫാറ്റ് സോളിബിൾ മാത്രമല്ല മുട്ടയിൽ വാട്ടർ സോളിബിൾ വൈറ്റമിൻസും ഉണ്ട്, അതായത് വൈറ്റമിൻ B1, B2, B12 വരെ. പക്ഷേ വൈറ്റമിൻ സി, അതായത് എസ്കോർബിക് ആസിഡ് മുട്ടയിൽ വരുന്നില്ല. അതുപോലെ തന്നെ മുട്ടയിൽ ഫൈബറും തീരെയില്ല. ബി കോംപ്ലക്സ് വൈറ്റമിൻസ് മുട്ടേൻ്റെ വൈറ്റ് ഭാഗത്തും വരുന്നുണ്ട്. ഇത് കൂടാതെ മുട്ടയിൽ മിനറൽസ് അടങ്ങിയിട്ടുണ്ട്. ഉദാഹരണത്തിന് മഗ്നീഷ്യം, പൊട്ടാഷ്യം, ഫോസ്ഫറസ്, കാൽഷ്യം, അയഡിൻ, ട്രേസ് മിനറൽസായ കോപ്പർ, സിങ്ക്, സെലീനിയം. ഇനി മുട്ടയിൽ അടങ്ങിയിരിക്കുന്ന ഫാറ്റ്സിനെ കുറിച്ച് പറയാം. ഫാറ്റി ആസിഡ്, ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റി ആസിഡാണ് കൂടുതലും മുട്ടയിൽ വരുന്നത്. omega 3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട്. ലിനോലെനിക് ആസിഡ് ഉണ്ട്, ലിനോലീക്ക് ആസിഡ് ഉണ്ട്.
omega-3 fatty acids heart protective ആണെന്നുള്ള കാര്യം നമുക്ക് നേരത്തെ അറിയുന്നതാണ്. omega-3 fatty acidsനെ കുറിച്ച് ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോയുടെ ലിങ്ക് നിങ്ങൾക്ക് ലൈക്ക് ബട്ടൻ്റെ താഴെ കാണാവുന്നതാണ്. മുട്ടയിൽ അടങ്ങിയിരിക്കുന്ന കൊളസ്ട്രോളിനെ കുറിച്ച് ഞാൻ പിന്നീട് പറയാം. ഫാറ്റി ആസിഡ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിൽ സാച്ചുറേറ്റഡും അൺസാച്ചുറേറ്റഡും പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സും അടങ്ങിയിട്ടുണ്ട്. അത് പക്ഷേ മെയിൻലി കോഴികൾ കഴിക്കുന്ന തീറ്റയ്ക്കനുസരിച്ച് നമുക്ക് മാറ്റാൻ സാധിക്കും. അതായത് കോഴി കഴിക്കുന്ന ഫുഡ്, കോഴീൻ്റെ ഡയറ്റ് നല്ലതാണെങ്കിൽ, ഹെൽത്തി ആണെന്നുണ്ടെങ്കിൽ അതിൽ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് കൂടുതലുണ്ടെങ്കിൽ മുട്ടയുടെ മഞ്ഞ ഭാഗത്ത് വരുന്ന ലിപ്പിഡ്സ് അല്ലെങ്കിൽ ഫാറ്റി ആസിഡ്സിൻ്റെ ക്വാളിറ്റിയും നല്ലതാക്കാൻ സാധിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട ബയോളജിക്കൽ കോമ്പൗണ്ടാണ് കോളിൻ. കോളിനും മുട്ടയിൽ നല്ല രീതിയിൽ അടങ്ങിയിട്ടുണ്ട്. നമ്മളുടെ ബ്രെയിനും നെർവസ് ടിഷ്യൂം കൃത്യമായി വർക്ക് ചെയ്യാൻ കോളിൻ അത്യാവശ്യമാണ്. മസിൽ ഫങ്ഷനും മെമ്മറി, മൂഡ് റെഗുലേറ്റ് ചെയ്യാൻ, പോരാത്തതിന് ഓവറോൾ ബ്രെയിനിൻ്റെ പ്രോപ്പർ ഫങ്ഷനിങ്ങിനൊക്കെ കോളിൻ അത്യാവശ്യമാണ്. കോളിൻ അടങ്ങിയിരിക്കുന്ന ഭക്ഷണം നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ബീഫിൻ്റെ ലിവറിലാണ്. പക്ഷേ രണ്ടാമത്തെ കോളിൻ്റെ റിച്ചസ്റ്റ് സോഴ്സ് എന്ന് പറയുന്നത് മുട്ടേൻ്റെ മഞ്ഞയാണ്. പുതിയ കോളിനെ കുറിച്ചുള്ള സ്റ്റഡീസ് പറയുന്നത് കോളിന് ഫാറ്റി ലിവർ ഡിസീസ് പ്രിവെൻറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഇനി കാർബോഹൈഡ്രേറ്റ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പലതരത്തിലുള്ള ഷുഗേഴ്സും അടങ്ങിയിട്ടുണ്ട്. മെയിനായിട്ടും ഗ്ലൂക്കോസാണ്. ട്രേസ് ആയിട്ട് ഫ്രക്ടോസും മാൽട്ടോസ് പോലത്തെ മറ്റ് ചെറിയ ഷുഗേഴ്സും റോ എഗ്ഗിൽ അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇതിൽ നിന്നും കിട്ടുന്ന കാലറീസ് എന്ന് പറഞ്ഞാൽ 140 കാലറീസാണ് പെർ 100 ഗ്രാം ഓഫ് എഗ് ആണ്. പക്ഷേ ഒരു എഗ്ഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 70 to 75 കാലറീസ് എന്ന് വേണമെങ്കിൽ പറയാം. ഇനി എഗ്ഗിൻ്റെ മറ്റ് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇമ്മ്യൂൺ സിസ്റ്റം ബൂസ്റ്റ് ചെയ്യാൻ എഗ്ഗിന് സാധിക്കും. എഗ്ഗിൽ അടങ്ങിയിരിക്കുന്ന ന്യൂട്രിയൻസിന് സാധിക്കും. നിങ്ങൾക്ക് അസുഖം വരാതെ നോക്കാനും നിങ്ങളുടെ ഇമ്മ്യൂൺ സിസ്റ്റം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണമെങ്കിലും എഗ്ഗിലുള്ള ന്യൂട്രിയൻസ് ധാരാളം മതി. എഗ്ഗിൽ അടങ്ങിയിരിക്കുന്ന മറ്റ് ചില ബയോളജിക്കൽ കോമ്പൗണ്ട്സിന് ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടി ഉണ്ടെന്നാണ് പറയുന്നത്. അതിൽ ആൻറ്റി ബാക്ടീരിയലും ആൻറ്റി ഫംഗൽ, ആൻറ്റി വൈറൽ എല്ലാ തരത്തിലുള്ള ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടീസും എഗ്ഗിൽ അടങ്ങിയിരിക്കുന്ന ന്യൂട്രിയൻസിലുണ്ട്. ഇത് മാത്രമല്ല മുട്ടയിൽ ആൻറ്റി ഓക്സിഡൻസ് വരുന്നുണ്ട്. മറ്റു പലതരത്തിലുള്ള കോമ്പൗണ്ട്സ്, അതിൻ്റെ ഉദാഹരണമാണ് ല്യൂട്ടീൻ, സിയാക്സാന്തിൻ. ഈ പറയുന്ന ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ മുട്ടയ്ക്ക്, നാടൻ മുട്ടേൻ്റെ കാര്യത്തിലാണെങ്കിൽ ഒരു ബ്രൗൺ കളർ കൊടുക്കുകയും ചെയ്യും. പോരാത്തതിന് ഇതിൻ്റെ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി കാരണം നമ്മളുടെ ശരീരത്തിൽ നടക്കുന്ന ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും സഹായിക്കും. ഈ പറയുന്ന ല്യൂട്ടീനും സിയാക്സാന്തിനും ഒക്കെ നല്ല അളവിൽ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ മാക്യുലർ ഡീജനറേഷൻ പോലത്തെ കണ്ണിനെ ബാധിക്കുന്ന വിഷൻ കുറഞ്ഞു പോകുന്ന കണ്ടീഷൻസ് പോലും പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് പറയുന്നത്. അതുമാത്രമല്ല ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസസ്, കോളൈറ്റിസ്, മറ്റ് ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസും പ്രിവെൻറ്റ് ചെയ്യാൻ മുട്ടയിലുള്ള ന്യൂട്രിയൻസിനും ആൻറ്റി ഓക്സിഡൻസിനും സാധിക്കും. പുതിയ സ്റ്റഡീസ് പറയുന്നത് മുട്ടയിലുള്ള ചില തരത്തിലുള്ള പ്രോട്ടീൻസിന് ആൻറ്റി ക്യാൻസർ പ്രോപ്പർട്ടി ഉണ്ടെന്നാണ്. ഇനി നമുക്ക് നാടൻ മുട്ട വേണോ അതോ സാധാരണ മുട്ട കഴിച്ചാൽ മതിയോ എന്നുള്ള കാര്യം, ആ വിഷയത്തിനെക്കുറിച്ച് നോക്കാം. നാടൻ മുട്ട തന്നെയാണ് കുറച്ചും കൂടിയും ഹൈ ക്വാളിറ്റി എന്ന് പറയുന്നത്. ഇനി നാടൻ മുട്ടേൻ്റെ കാര്യം പറയുകയാണെങ്കിലും പലതരത്തിലുള്ള നാടൻ കോഴികളുണ്ട്. ഏറ്റവും നല്ലത് നിങ്ങളുടെ വീട്ടിൽ വളർത്തുന്ന കോഴിയുടെ മുട്ട തന്നെ കഴിക്കുന്നതാണ്. അതും പകൽ സമയം തുറന്നു വിടുന്ന തരത്തിലുള്ള കോഴികളാണെങ്കിൽ അവരുടെ മുട്ടയ്ക്കായിരിക്കും ക്വാളിറ്റി കൂടുതലുണ്ടാവുക. ഇനി നിങ്ങൾക്ക് കോഴി വളർത്തുന്നത് സാധ്യമല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രസ്റ്റഡ് ആയിട്ടുള്ള, വിശ്വസിക്കാൻ പറ്റുന്ന മുട്ടക്കോഴി കർഷകരുടെ കയ്യിൽ നിന്നും നാടൻ മുട്ട വാങ്ങിക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം തീറ്റ കൊടുത്ത് വളർത്തുന്ന കോഴിയുടെ മുട്ടയും നാടൻ കോഴി മുട്ടയും തമ്മിൽ വ്യത്യാസമുണ്ട്. അതിലടങ്ങിയിരിക്കുന്ന ന്യൂട്രിയൻസ്, യോക്കിൻ്റെയും വൈറ്റ് പാർട്ടിൻ്റെയും റേഷ്യോ പോലും വ്യത്യാസം ഉണ്ടാവും. നേരത്തെ പറഞ്ഞ പോലെ ഫാറ്റ്സിൻ്റെ ക്വാളിറ്റിയിൽ വ്യത്യാസം ഉണ്ടാവും. വൈറ്റമിൻസും മിനറൽസും അടങ്ങിയതിൻ്റെ കമ്പോസിഷനിൽ വ്യത്യാസം ഉണ്ടാവും. പക്ഷേ പ്രോട്ടീൻസിൻ്റെ കാര്യത്തിൽ വലിയ വ്യത്യാസം ഇല്ല എന്നാണ് പറയുന്നത്. നിങ്ങളുടെ വീട്ടിൽ തന്നെ വളർത്തുന്ന കോഴികളാണെന്നുണ്ടെങ്കിൽ, നല്ല തീറ്റ കൊടുത്ത് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കൊടുത്ത് വളർത്തുന്ന കോഴികളാണെങ്കിൽ അവരുടെ മുട്ടയിൽ നിന്നും നമുക്ക് കൂടുതൽ ഫാറ്റ് സോളിബിൾ വൈറ്റമിൻസ്, മെയിൻലി എയും ഡി, ഇ, കെ ഏകദേശം 5 മുതൽ 20 തവണ എക്സ്ട്രാ കിട്ടുമെന്നാണ് പറയുന്നത്. പോരാത്തതിന് നിങ്ങൾക്ക് ഫുഡിൽ നിന്നും കിട്ടേണ്ട സെലീനിയത്തിൻ്റെ അളവിൻ്റെ പകുതി ഇത്തരത്തിലുള്ള മുട്ടയിൽ നിന്ന് കിട്ടുമെന്നാണ് പറയുന്നത്. ഇനി മുട്ടയുടെ ഡയറ്റിനെ കുറിച്ച് പറയാം. പല രീതിയിൽ വേണമെങ്കിൽ മുട്ട കഴിക്കാം. കാരണം മുട്ട നമ്മൾ കഴിക്കാൻ തുടങ്ങിയിട്ട് നൂറ്റാണ്ടുകളായി. ഏറ്റവും നല്ലത് പക്ഷേ പറയുന്നത് ഹാർഡ് ബോയിൽഡ് ആണ്. സോഫ്റ്റ് ബോയിൽഡ് എഗ്ഗും കഴിക്കാം. സോഫ്റ്റ് ബോയിൽഡ് എഗ്ഗ് വല്ലപ്പോഴും കഴിക്കുന്നത് നല്ലതാണ്. കൂടുതൽ കുക്ക് ചെയ്യുന്നതിനനുസരിച്ച് മുട്ടയിലുള്ള ന്യൂട്രിയൻസ് ഡീനേച്ചേർഡ് ആവുമെന്നാണ് പറയുന്നത്. പക്ഷേ ആൽബുമിൻ പോലത്തെ മെയിൻ ആയിട്ടുള്ള പ്രോട്ടീൻസിനൊന്നും വലിയ മാറ്റങ്ങൾ വരുന്നില്ല എന്നും സ്റ്റഡീസിൽ പറയുന്നുണ്ട്. പുഴുങ്ങിയ മുട്ടയാണ് ഹാർഡ് ബോയിൽഡ് എഗ് എന്ന് പറയുന്നത്. പക്ഷേ സോഫ്റ്റ് ബോയിൽഡ് എഗ് എന്ന് പറഞ്ഞാൽ കുറച്ച് ജ്യൂസി ടൈപ്പ് ആയിരിക്കും. അതിൽ കുറച്ച് റോനെസ് ഉണ്ടാവും. സോഫ്റ്റ് ബോയിൽഡ് ഉണ്ടാക്കുന്നത് എളുപ്പമാണ്. നിങ്ങൾ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കുക. ആദ്യം വെള്ളം തിളച്ചതിന് ശേഷം ഹീറ്റർ സിമ്മിലേക്ക് ആക്കുക. സിമ്മിലാക്കിയതിന് ശേഷം അതിൽ മുട്ട ഇടുക. മുട്ട ഇടുന്ന ടൈം നോട്ട് ചെയ്യുക.
കൃത്യം 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മുട്ട അതിൽ നിന്നും പുറത്തേക്ക് എടുക്കുക. എന്നിട്ട് തണുത്ത വെള്ളത്തിലിടുക. തണുത്ത വെള്ളത്തിൽ മുട്ട തണുത്തതിന് ശേഷം നിങ്ങൾക്ക് മുട്ടേൻ്റെ തോല് കളഞ്ഞ് കഴിക്കുന്നത് സോഫ്റ്റ് ബോയിൽഡൊക്കെ ആയിരിക്കും. ഞാൻ ഹാർഡ് ബോയിൽഡും സോഫ്റ്റ് ബോയിൽഡും പോരാത്തതിന് വല്ലപ്പോഴും ഓംലേറ്റ് ആക്കി കഴിക്കാറുണ്ട്. സ്ക്രാമ്പിൾ ചെയ്തിട്ട് കഴിക്കാറുണ്ട്. സ്ക്രാമ്പിൾ ചെയ്യുന്ന സമയത്ത് വെജിറ്റബിൾസും നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി മുട്ടേൻ്റെ അലർജീനെ കുറിച്ച് പറയാം. അധികം 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കാണ് മുട്ടേൻ്റെ അലർജി കണ്ടുവരാറ്. പക്ഷേ മുട്ടേൻ്റെ ചില തരത്തിലുള്ള പ്രോട്ടീൻസ് അതിനോട് അലർജിയുള്ള കുട്ടികൾ 50% കുട്ടികളും 3 വർഷത്തിൻ്റെ ഉള്ളിൽ ഈ അലർജി അതിജീവിക്കുമെന്നാണ് പറയുന്നത്. അധിക കുട്ടികൾക്കും അവർ സ്കൂളിൽ പോകുന്ന പ്രായമാകുമ്പോഴത്തേക്കും മുട്ടേൻ്റെ അലർജി മാറിയിട്ടുണ്ടാകും. അതുകൊണ്ട് നിങ്ങൾക്ക് ചെറുപ്പത്തിൽ മുട്ടേൻ്റെ അലർജി ഉണ്ട്, ഇപ്പോഴും നിങ്ങൾ മുട്ട കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഇപ്പോൾ കഴിച്ച് നോക്കുന്നതാണ് നല്ലത്. ഇനി എത്ര മുട്ട വരെ കഴിക്കാമെന്ന് പറയാം. അത് സത്യം പറഞ്ഞ ഒരു പേഴ്സണൽ ചോയ്സാണ്. ഞാനൊരു ദിവസം 2 മുട്ട, ചിലപ്പോൾ 3 മുട്ട വരെ കഴിക്കാറുണ്ട്. അതും നാടൻ മുട്ടയാണ്. ജിമ്മിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ അവരവിടുന്ന് പറയുന്നത് 8ഉം 10ഉം മുട്ടയൊക്കെ കഴിക്കാനാണ്. പക്ഷെ അത് ബുദ്ധിമുട്ടാണ്. അധികം ആൾക്കാർക്കും ഇത്രയും കൂടുതൽ മുട്ട കഴിക്കാൻ അതിൻ്റെ ടേസ്റ്റ് കാരണം തന്നെ ചിലപ്പോൾ സാധിക്കാറില്ല. ഇനി മുട്ടയും കൊളസ്ട്രോളും തമ്മിലുള്ള ബന്ധം പറയാം. 1968 അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ പറഞ്ഞത് ഒരാഴ്ചയിൽ 3 മുട്ട വരെ മാക്സിമം കഴിച്ചാൽ മതി എന്നാണ്. ഇത് എഗ്ഗ് ഇൻഡസ്ട്രീനെ മാത്രമല്ല മാറ്റിമറിച്ചത്. പക്ഷേ അധികം ആൾക്കാരും മുട്ടേനെ കണ്ട് പേടിക്കാൻ തുടങ്ങി. മുട്ട എന്ന് പറഞ്ഞാൽ കൊളസ്ട്രോൾ ആണെന്നും മുട്ട കഴിച്ചു കഴിഞ്ഞാൽ കൊളസ്ട്രോൾ കൂടുന്നു, കൊളസ്ട്രോൾ കൂടിക്കഴിഞ്ഞാൽ ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരുന്ന തരത്തിലുള്ള മെസ്സേജസാണ് കഴിഞ്ഞ 54 വർഷമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അധികം ആൾക്കാരും വിശ്വസിക്കുന്നത് മുട്ടേൻ്റെ മഞ്ഞ ഭാഗം കളഞ്ഞ് വെള്ള ഭാഗം കഴിച്ചു കഴിഞ്ഞാൽ കൊളസ്ട്രോൾ കൂടില്ല, നമുക്ക് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരില്ല എന്നൊക്കെയാണ്. പക്ഷേ നിങ്ങൾ മുട്ട കഴിക്കുകയാണെങ്കിൽ അതിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ന്യൂട്രിയൻസ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഫുൾ മുട്ട തന്നെ കഴിക്കണം. അതിൻ്റെ വെള്ളഭാഗം മാത്രം കഴിച്ചിട്ട് കാര്യമില്ല. 1968 തുടങ്ങി പലതരത്തിലുള്ള സ്റ്റഡീസും ചെയ്തിട്ടുണ്ട്. റീസെൻ്റ്ലി പലതരത്തിലുള്ള എപ്പിഡമിയോളജിക്കലും റാൻഡമൈസ്ഡ് കൺട്രോൾ സ്റ്റഡീസിലൊക്കെ റിപ്പീറ്റഡ് ആയിട്ടും തെളിയിച്ചിട്ടുള്ള കാര്യം, മുട്ടയിലുള്ള കൊളസ്ട്രോൾ കാരണം നിങ്ങളുടെ ശരീരത്തിലുള്ള ബ്ലഡിലെ സിറം കൊളസ്ട്രോൾ കൂടില്ല എന്നാണ്. അത് തമ്മിൽ ബന്ധമില്ല എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുട്ട കഴിക്കുന്നതിൻ്റെ എണ്ണവും ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ തമ്മിലും ബന്ധമില്ല എന്നാണ് പറയുന്നത്. ഈ പറയുന്ന സ്റ്റഡീസിൻ്റെയൊക്കെ ലിങ്ക് നിങ്ങൾക്ക് ലൈക്ക് ബട്ടൻ്റെ താഴെ കാണാവുന്നതാണ്. സമയം കിട്ടുമ്പോൾ ആ ആർട്ടിക്കിൾസും കൂടി ഒന്ന് വായിച്ചു നോക്കുക. കൊളസ്ട്രോളിനെ കുറിച്ചുള്ള ലേറ്റസ്റ്റ് തിയറി പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള കൊളസ്ട്രോളിനെ അല്ല പേടിക്കേണ്ടത്, നമ്മളുടെ ജീവിതശൈലിനെയാണ്. നമ്മളുടെ ജീവിതശൈലി കാരണം, എക്സസൈസ് ഇല്ലാത്തതും പൊണ്ണത്തടി കാരണം, നമ്മളുടെ ശരീരത്തിലുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ കാരണമാണ് കൊളസ്ട്രോൾ നമ്മളുടെ ബോഡിയിൽ ഉണ്ടെങ്കിൽ, അതിൻ്റെ അളവ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ആ സമയത്താണ് കൊളസ്ട്രോൾ കാരണം നമുക്ക് ഡാമേജ് വന്നു തുടങ്ങുന്നത്. അതുവരെ കൊളസ്ട്രോളിനെ ശരിക്കും പറഞ്ഞാൽ പേടിക്കേണ്ട ആവശ്യമില്ല. ഒരു ദിവസം നമ്മളുടെ ബോഡിയിൽ തന്നെ 3000 മില്ലിഗ്രാം കൊളസ്ട്രോൾ നിർമ്മിക്കുന്നുണ്ട്. കൊളസ്ട്രോൾ നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു സാധനമാണ്. ഈ വിഷയത്തിനെക്കുറിച്ച് ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോയുടെ ലിങ്കും നിങ്ങൾക്ക് ലൈക്ക് ബട്ടൻ്റെ താഴെ കാണാവുന്നതാണ്. മറ്റു ചില സ്റ്റഡീസിൽ പറയുന്നത് മുട്ടയിലുള്ള കൊളസ്ട്രോൾ നമ്മളുടെ HDL കൊളസ്ട്രോൾ, അതായത് നല്ല കൊളസ്ട്രോളിനെ വർദ്ധിപ്പിക്കുന്നതാണ്. അത് നല്ല കാര്യമാണ്. ഞാൻ 2 മുട്ട എല്ലാ ദിവസവും കഴിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എല്ലാവർക്കും അതുപോലെ കഴിക്കാമെന്നല്ല. നിങ്ങൾക്ക് ഓൾറെഡി ഹൈ കൊളസ്ട്രോൾ ആണ്, നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ട്, നിങ്ങൾക്ക് ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ട്, നിങ്ങൾക്ക് ഹൃദയ സംബന്ധമായുള്ള രോഗങ്ങളോ ഹാർട്ട് അറ്റാക്കോ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി സേഫർ സൈഡിൽ നിൽക്കാൻ വേണ്ടി ആഴ്ചയിൽ 3ഓ 4ഓ മുട്ട വരെ കഴിക്കാം. പക്ഷെ അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ഫിസിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാർ, എക്സസൈസ് ചെയ്യുന്നവർക്ക് മുട്ട എത്ര വേണമെങ്കിലും കഴിക്കാമെന്നാണ് പറയുന്നത്. മുട്ടേൻ്റെ ബെനിഫിറ്റ്സ് മാക്സിമം കിട്ടാൻ കൂടുതൽ എണ്ണം കഴിക്കണം. മെയിൻലി പ്രോട്ടീൻ കിട്ടണമെങ്കിൽ. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കൊളസ്ട്രോളിൻ്റെ വാല്യൂ നോക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഡോക്ടറെ കാണിച്ച് ചെക്കപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും മുട്ട കഴിക്കാം. മുട്ടേനെ ഭയക്കാതെ പേടിക്കാതെ കഴിക്കാവുന്നതാണ്. മറ്റു ചില സ്റ്റഡീസിൽ പറയുന്നത് മുട്ടയിൽ അടങ്ങിയിരിക്കുന്ന കൊളസ്ട്രോള് മനുഷ്യന്മാർക്ക് കൃത്യമായി അബ്സോർബ് ചെയ്ത് ശരീരത്തിലേക്ക് എത്തിക്കാൻ സാധിക്കില്ല എന്നും പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഓൾറെഡി കൊളസ്ട്രോൾ കൂടുതലാണെങ്കിൽ, ഹൃദയ സംബന്ധമായുള്ള രോഗങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് മുട്ട കഴിക്കാം, അതിനനുസരിച്ച് എക്സസൈസ് ചെയ്യാം, ഇടയ്ക്കിടയ്ക്ക് കൊളസ്ട്രോളിൻ്റെ വാല്യൂ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും വേണം. ഏറ്റവും ചുരുങ്ങിയത് 6 മാസം കൂടുമ്പോഴെങ്കിലും കൊളസ്ട്രോൾ വാല്യൂസ് ടെസ്റ്റ് ചെയ്യണം. ഇനി എനിക്കറിയേണ്ടത് നിങ്ങൾ നാടൻ മുട്ടയാണോ കഴിക്കുന്നത്, സാധാരണ മുട്ടയാണോ, നിങ്ങൾ എത്ര മുട്ട കഴിക്കുന്നുണ്ട് ഒരാഴ്ചയിൽ? ഈ കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഹെൽത്തി ഫുഡിനെ കുറിച്ച് ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഈ പ്ലേലിസ്റ്റിൽ കാണാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി ആൻഡ് താങ്ക് യു സോ മച്ച് വാച്ചിങ്. ബൈ ബൈ.